ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി നടന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടത്തി കസ്റ്റംസ്. നടൻ പൃഥ്വിരാജിന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയത്. ദുൽഖറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടാണ് പൃഥ്വിരാജിന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയത്. ദുൽഖറിന്റെ വീട്ടിൽ നിന്ന് നടന്ന റെയ്ഡിൽ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു എന്നാണ് പുറത്തറിയുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അരുണിമ പറഞ്ഞതുപോലെ തന്നെ വിജിത, നടൻ പൃഥ്വിരാജിന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയത്. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായിട്ടാണ് കസ്റ്റംസ് ഇങ്ങനെയൊരു റെയ്ഡ് നടത്തിയിരിക്കുന്നത്. നിയമവിരുദ്ധമായി ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കടത്തുന്നതിന്റെ ഭാഗമായുള്ള ഒരു റെയ്ഡിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നിലവിൽ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ വിവരങ്ങൾ? അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുൽഖറിന്റെ വീട്ടിൽ നിന്നും ദുൽഖറിന്റെ എളംകുളത്തെ വീട്ടിലും അതോടൊപ്പം മമ്മൂക്കയുടെ പനമ്പള്ളിയിലെ വീട്ടിലുമാണ് പരിശോധനയുണ്ടായത്. അതോടൊപ്പം തന്നെ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെ വീട്ടിലും നേരത്തെ പരിശോധനയുണ്ടായി. ഈ പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഒരു തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കാര്യമില്ല, അല്ലെങ്കിൽ ഈ ഭൂട്ടാനിൽ നിന്നും എത്തിച്ച വാഹനങ്ങളിൽ അത് പെടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ഇടപാടുമായാണ് ഇത്തരത്തിലൊരു പരിശോധന അവിടെ നടക്കുന്നത്. എന്തായാലും ദുൽഖറിന്റെ വീട്ടിൽ നിന്നും ഇപ്പോൾ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളൊരു കാര്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഡിഫൻഡറും അതോടൊപ്പം തന്നെ നിസാം പെട്രോളുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി ദുൽഖറിന് നോട്ടീസ് നൽകുമെന്നുള്ളത് തന്നെയാണ് അടുത്ത നടപടി. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 50ഓളം കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ റോയൽ ഭൂട്ടാൻ ആർമിയുടെ 150ഓളം വാഹനങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് മൊത്തം കടത്തിക്കൊണ്ടുവന്നത്, രാജ്യത്താക്കി കടത്തിക്കൊണ്ടുവന്നത് എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പുതിയ വാഹനങ്ങൾ കേരളത്തിലേക്ക് ഡീലേഴ്സ് വഴി എത്തിച്ച് പിന്നീട് അത് പലതരത്തിലുള്ള വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ ഈ നടന്മാരുടെ അല്ലെങ്കിൽ സിനിമാ മേഖലയെല്ലാം കേന്ദ്രീകരിച്ച് ഈ ആഡംബര കാറുകൾ വാങ്ങുന്നവർക്കുമായി അങ്ങനെയാണ് ഇത് എത്തിപ്പെടുന്നത്. ഇടപാടുകാരിൽ നിന്നാണ് ഇവർ വാങ്ങിയത് എന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഏജന്റുമാർ വഴി ഡീലർമാരിലേക്കും പിന്നീട് വ്യവസായികളിലേക്കും അതുപോലെ തന്നെ ഈ ആഡംബര കാറുകൾ വാങ്ങുന്നവരിലേക്കും ഈ വാഹനം എത്തിപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തിലെ പല വാഹനങ്ങളും ഇത്തരത്തിൽ ഭൂട്ടാൻ രജിസ്റ്റർ ചെയ്ത പല വാഹനങ്ങളും ഡൽഹിയിലെത്തിച്ച് പിന്നീട് ഈ KL രജിസ്റ്റർ ചെയ്യുക, റീരജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ്, വലിയ രീതിയിലുള്ള ഒരു മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ലാഭവും ഈ ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരം പണമെല്ലാം ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അടക്കം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഘടനവാദ ഗ്രൂപ്പുകൾക്കും 100ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. വിഘടനവാദ ഗ്രൂപ്പുകളുമൊക്കെ ഇത്തരത്തിൽ ഈ ഒരു വാഹനം വിറ്റതിന്റെ ലാഭം സ്വന്തമാക്കിയിട്ടുണ്ട്, അത് പല പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ലക്ഷങ്ങളുടെ സമ്പാദ്യം ഇത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പും ഇത്തരത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും പരിശോധനകൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഒരു പരിശോധനകളിൽ മോട്ടോർ വാഹന വകുപ്പ് പങ്കെടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KL രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് റീരജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പും പല കേന്ദ്രങ്ങളിലും പരിശോധനകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു വിവരം പുറത്തുവിടുന്നത് ആദ്യമായിട്ട് ഇന്റലിജൻസ് ബ്യൂറോ ആണ്. പിന്നീട് അത് DRIക്ക് കൈമാറുകയായിരുന്നു. അതിനുശേഷമാണ് കസ്റ്റംസ് പ്രിവന്റ് ബ്യൂറോയിലേക്ക് ഇങ്ങനെ ഒരു വിവരം എത്തുന്നത്. അതായത് കേരളത്തിലാകെ ഒരുപാടധികം വാഹനങ്ങൾ, കേരളത്തിൽ നിന്നല്ല രാജ്യത്തൊട്ടാകെ ഒരുപാടധികം വാഹനങ്ങൾ ഇത്തരത്തിൽ ഭൂട്ടാനിൽ
സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി വെട്ടിപ്പെല്ലാം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തായി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. ഭൂട്ടാൻ പട്ടാളം ഒഴിവാക്കിയ വാഹനങ്ങളടക്കം ഇവയിലുണ്ട് എന്നുള്ള ഒരു വിശദ വിവരം ആദ്യം ലഭിക്കുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിലേക്കാണ്. അതിനുശേഷം അത് DRIക്ക് കൈമാറുകയും തുടർന്നാണ് കസ്റ്റംസ് പ്രിവന്റ് ബ്യൂറോയിലേക്ക് ഇങ്ങനെയൊരു വിവരം ലഭിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു അന്വേഷണവും ഉണ്ടാവുന്നത്. എന്തായാലും പിന്നീട് വാഹനം വാങ്ങിയവരുടെ ഒരു ലിസ്റ്റ് തന്നെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ഇടനിലക്കാരുടെ കയ്യിൽ നിന്നെല്ലാം ഇതുവഴി ഈ വാഹനങ്ങൾ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കസ്റ്റംസിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള രേഖകൾ, ആരൊക്കെ വാഹനം വാങ്ങിച്ചിട്ടുണ്ട്, ഏതൊക്കെ വാഹനങ്ങളാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഈ കസ്റ്റംസിന്റെ കയ്യിലുണ്ട്. അത് വെച്ച് തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. എന്തായാലും ഈ ഒരു കേസുമായി, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായി ഏതൊക്കെ വാഹനങ്ങൾ പിടിച്ചെടുത്തു, ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്, ആരുടെയൊക്കെ വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്, എത്രത്തോളം കോടി രൂപയുടെ സമ്പാദ്യം ഇതിൽ നിന്ന് ഈ ഡീലേഴ്സ്, ഇടനിലക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതിനായിട്ട് എന്തായാലും വൈകിട്ട് 6:30 കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഒരു യോഗം ചേരും, ഒരു മാധ്യമങ്ങളെ കാണുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയിച്ചിരിക്കുന്നു. അതിൽ കൃത്യമായിട്ട് ഈ വാഹനങ്ങൾ എവിടേക്ക് പോയി, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്, എത്ര കോടി രൂപയുടെ സമ്പാദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഒരു വ്യക്തത ആ ഒരു വിഷയത്തിൽ ഈ ഒരു കസ്റ്റംസ് പ്രിവന്റ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നതോടെ ഇക്കാര്യത്തിലെല്ലാം നമുക്ക് വിശദമായിട്ടുള്ള വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീടിന്റെ ഈ മുൻപിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും ഇവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അകത്തുണ്ട്. ഇക്കാര്യത്തിൽ പരിശോധനയെല്ലാം നടത്തി 2 വാഹനങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇവിടം വിട്ട് പോയിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. മോട്ടോർ വാഹന വകുപ്പ് കുറച്ചു മുൻപാണ് ഇവിടെ നിന്നും പോവുകയുണ്ടായത്. പരിശോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇവിടെ നിന്നും തിരികെ പോയത്. ഇനി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അകത്ത് തന്നെയുണ്ട്. എന്തെങ്കിലും പ്രതികരണം ലഭ്യമാകുമോ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. അരുണിമ. വിജിത, നിയമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ റെയ്ഡിൽ പരിശോധന നടത്തിയത്. അങ്ങനെയാണെങ്കിൽ പ്രമുഖ നടന്മാർക്ക് നേരെ അധികാരികൾ ഏത് രീതിയിലുള്ള ഒരു നടപടിയായിരിക്കും സ്വീകരിക്കുക? ഇത് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാടധികം ആളുകൾ ഈ ഒരു കേസുമായി, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ വ്യാപാരികൾ വരുന്നു, വ്യവസായികൾ വരുന്നു, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറെ ആളുകളും ഇതിൽ വരുന്നുണ്ട്. സാധാരണ എല്ലാവരും ഈ ഒരു വാഹനങ്ങൾ വാങ്ങിയവരുടെ ലിസ്റ്റിൽ ഒരുപാടധികം ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നടപടിയും കൃത്യം തന്നെ ആയിരിക്കും. സിനിമാ മേഖലയാണെങ്കിൽ പോലും അതിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മോട്ടോർ വാഹന വകുപ്പ് അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ റീരജിസ്റ്റർ ചെയ്ത വാഹനങ്ങളായതുകൊണ്ട് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വാഹനം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കേണ്ട ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഹാജരാക്കേണ്ട ഒരു നിയമ നടപടിയുണ്ട്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക. നോട്ടീസ് നൽകി ഇവരെല്ലാം വിളിപ്പിക്കും എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. കൃത്യമായ ചോദ്യം ചെയ്യലുകളും ഇതുമായി ബന്ധപ്പെട്ട് സംശയം എന്ന് പറയുന്നത് രാജ്യവ്യാപകമായി ഇത്തരം ഒരു തട്ടിപ്പ് നടക്കുന്നു. ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ദുൽഖർ സൽമാന് നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. നടപടി എന്ന് പറയുന്നത് ഇത്തരം വാഹനം പിടിച്ചെടുക്കുമ്പോൾ ഉറപ്പായിട്ടും നേരിട്ട് ഹാജരാവണം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ കസ്റ്റംസിന് നൽകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇതിൽ ഈ നടന്മാരോ അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ വാങ്ങിയവരോ എത്രത്തോളം നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഇടപാടുകാരിൽ നിന്നാണ് ഈ വാഹനങ്ങൾ എല്ലാവരും വാങ്ങുന്നത്. ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവരാണ് വ്യവസായികളാണെങ്കിലും ഒക്കെ ഇടപാടുകാരിൽ നിന്നാണ് ഇങ്ങനെ വാഹനം വാങ്ങുന്ന സാഹചര്യമുള്ളത്. അല്ലാണ്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിവരം അല്ലെങ്കിൽ ഇടപാടുകാരിലേക്ക് എത്താനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ വാഹനങ്ങൾ വാങ്ങിയവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ചോദ്യം ചെയ്യലുകളും അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്നും തേടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും രാജ്യവ്യാപകമായി ഒരു തട്ടിപ്പ് നടന്ന സ്ഥിതിക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലയിടത്തും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെ വിളിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകി വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നിലവിൽ നമ്മൾ നിൽക്കുന്ന ദുൽഖറിന്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നോട്ടീസ് നൽകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയാൻ കഴിയുന്നത്.
ശരി, ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി നടന്മാരുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ് കസ്റ്റംസ്. നടൻ പൃഥ്വിരാജിന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെ വീട്ടിലുമാണ് റെയ്ഡ് നടത്തിയത്. ദുൽഖറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ 2 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് 11 വാഹനങ്ങളും പിടിച്ചെടുത്തു. വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ നൽകിയത് വിജിതയാണ്.